ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, എംപിമാരുടെ മനസ്സിലിരിപ്പ് ഇതാണ്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. എംപിമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് 2026 UDF ഭരണം കിട്ടിയാൽ മന്ത്രിയാകാം എന്നുള്ള കാര്യം തന്നെയാണ്. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അത് ഗുണം ചെയ്യുമോ? കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരു ഘടകമായിരിക്കുമോ? അല്ല, രസകരമായൊരു നിരീക്ഷണമാണത്. കാരണം എംപിമാർക്കൊക്കെ മന്ത്രിമാരാകാൻ മോഹമുദിച്ചു എന്ന് പറയുന്നതിനോട് കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷേ ഈ എംപിമാരെ മന്ത്രിമാരാകാൻ വേണ്ടി കുപ്പായം തുന്നി ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ. കാരണം എംപിമാരെ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ടത് രാജിവെച്ച് തിരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകാനല്ല. ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. കാരണം പലരും KPCC ഭാരവാഹികളാണ് എംപിമാര്. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് ആയതൊന്നും ഒരാൾ വെച്ച് ബാക്കി ആരും എംപിമാരും അല്ല. അപ്പൊ ആ നിലയ്ക്ക് കൊടുക്കുന്ന സുരേഷ് ഒരു രണ്ടോ പേര് വെച്ച് ബാക്കി ആരും എംപിമാരും അല്ല. അപ്പൊ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. സാധാരണഗതിയിൽ അധികാരം സംസ്ഥാനത്ത് മന്ത്രിമാരാവാനാണ് മിക്കവർക്കും താല്പര്യം. കാരണം കേന്ദ്രത്തിൽ അധികാരം ഇല്ലല്ലോ. അപ്പൊ നമുക്കിതൊക്കെ ഇങ്ങനെ ഈ കഥകളൊക്കെ നമുക്കിങ്ങനെ മെനഞ്ഞെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പ്രായോഗികമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കിപ്പം അതിന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒരു പക്ഷേ മറ്റേ ന്യൂസ് 18 പറഞ്ഞ പോലെ നമ്മളുടെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് ചിലപ്പോൾ മുൻകാല ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സാധ്യതയൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാധ്യത കുറവാണ്. കാരണം ലോക്സഭയിലേക്ക് ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ എംപിമാരുടെ എണ്ണം കുറവാണ്. 100-101 എംപിമാർ ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്ന് തന്നെ വീണ്ടും കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒരിക്കലും കോൺഗ്രസ് ആഗ്രഹിക്കില്ല. കാരണം 100 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മറ്റേ ലോക്സഭ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒക്കെ അതിൽ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ തീരെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. പിന്നെ ആഗ്രഹങ്ങൾ ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അവർ ഇവിടെ അല്ലാതെ തന്നെ മത്സരിക്കാനുള്ള നേതാക്കൾ ഒരുപാട് കോൺഗ്രസിലുണ്ട്. അവർക്കൊക്കെ സ്ഥാനം കൊടുക്കണമല്ലോ. അപ്പൊ ഒരു MP രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ പകരം ആരെ എന്നുള്ള ചിന്ത വേറെയുണ്ട്. അപ്പോൾ വെറുതെ വഴിയെ പോകുന്ന വയ്യാവേലി വലിച്ചു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനത് തള്ളിക്കളയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സംഭവിച്ചിട്ടുമുള്ള കാര്യമാണ്. കൂടുതലും MLA മാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്നതായിരുന്നു. പക്ഷേ MP മാർ മത്സരിച്ച ചരിത്രവും കേരളത്തിലുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പോൾ ഈ പട്ടിക എടുത്താൽ തന്നെ അതിനകത്ത് അടൂർ പ്രകാശിന് പക്ഷേ അത് കൃത്യമായിട്ടൊരു വാദമുഖം ഉന്നയിക്കുവാൻ കഴിയും അല്ലേ? താങ്കൾ അത് തള്ളിക്കളയുന്നില്ലല്ലോ. അല്ല, അടൂർ പ്രകാശം എന്നല്ല. ഇതിൽ നിങ്ങൾ പറയുന്ന ഒരു 2-3 പേർക്ക് വേണമെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വരാനുള്ള സീനിയോറിറ്റി ഉണ്ട്. പക്ഷെ അതിന് അവസരം ഉണ്ടാകണമെങ്കിൽ ആ അവസരം മറ്റൊരവസരം ഇല്ലാതാക്കുകയാണ്. എന്ന് വെച്ചാൽ ലോക്സഭയിലെ കോൺഗ്രസ് നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തം സംസ്ഥാന രാഷ്ട്രീയം അല്ല. ഇവിടെ UDF അധികാരത്തിൽ വരുമോ വരില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നതിലേക്കാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വോട്ട് വിവാദം, അതുപോലെ ജനാധിപത്യ ധ്വംസനങ്ങളും ഒക്കെ കാണുന്നില്ലേ ദേശീയ രാഷ്ട്രീയത്തിലെ. ഇവർക്കൊന്നും താല്പര്യമില്ല ശ്രീ എൻ ശ്രീകുമാർ. അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരിക, 2026 മന്ത്രിയാവുക, ആ ഒരു മോഹം ഉദിച്ചു കഴിഞ്ഞു. അല്ല, അത് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം നേതാക്കളുടെ ഒക്കെ മനസ്സിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവരെ ജയിപ്പിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ്. അവരുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാല് കിട്ടിയ MP സ്ഥാനം, അന്ന് MP ആകുമ്പോ എന്താ പറഞ്ഞത്, 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തെ സേവിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് അസംബ്ലി വരുമ്പോ ഞാൻ മന്ത്രിയാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വന്നാൽ ചിലപ്പോൾ ജനങ്ങൾ തോൽപ്പിച്ചു വിടും. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമാണ് ഞാനീ പറയുന്നത്. നേരെ മറിച്ച് വ്യക്തിപരമായ നേതാക്കളുടെ മനസ്സിലെ മന്ത്രിസ്ഥാനം വലിയ ഇതായിരിക്കും, സംശയമൊന്നുമില്ല. കാരണം കേന്ദ്രത്തിൽ ഭരണമില്ലല്ലോ. അപ്പൊ കേന്ദ്രത്തിൽ ഭരണം ഇല്ലാതാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ മന്ത്രിയാകാൻ താല്പര്യമുള്ളവരൊക്കെ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊന്നും അതിൽ പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ വ്യക്തമായി അറിയാം, കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്നവരാണ്. പിന്നെന്ന് വെച്ചാൽ ചില ഘട്ടങ്ങളില് ചിലപ്പോൾ ചിലടത്ത് മത്സരിപ്പിച്ചേ മതിയാവൂ എന്ന് വന്നാൽ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ അടൂർ പ്രകാശ് ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, കോൺഗ്രസിലെ ഒരു ആഭ്യന്തര ചർച്ചാ വിഷയം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് MP മാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് അങ്ങനെ ആഗ്രഹിച്ചാലും അതിൽ തെറ്റ് പറയാനാവില്ലല്ലോ.
അത് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അതാണ് എന്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പോൾ MP-മാരെ മത്സരിപ്പിക്കേണ്ടി വന്നാലും ഇല്ലേ, അങ്ങനെ ഒരു ചർച്ച നടക്കുവാനും സാധ്യതയുണ്ട് അല്ലേ? കാരണം ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടല്ലോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ചില ജാതിമത സമവാക്യങ്ങൾ ഇതെല്ലാം വരുമല്ലോ ഘടകമായിട്ട്. അല്ല, അതിന്റെ സമയമായിട്ടില്ല. പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊന്നും പറയാനുള്ള അവസരം ആയിട്ടില്ല. ആ അവസരം ആകുന്ന സമയത്ത് ഞങ്ങൾ ഈ കൂട്ടായി ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ അപാകതയില്ല അല്ലേ? അല്ല, MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അപാകതയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവര് MP-മാരായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അതിനുള്ള അനുമതി കിട്ടുന്നതനുസരിച്ചുള്ള നടപടികൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോന്നി മണ്ഡലം താങ്കൾക്ക് ശേഷം കോന്നി ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ കോന്നി താങ്കൾ നിന്നാൽ ജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. താങ്കൾ അത് പക്ഷേ തുറന്നു സമ്മതിക്കില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് സീറ്റിലാണോ ഇപ്പോൾ ആ MP ഉള്ളത്, ഇപ്പോൾ താങ്കളുടെ കാര്യത്തിലാണെങ്കിൽ ആറ്റിങ്ങൽ, അത് തിരിച്ചു പിടിക്കുകയോ ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു ചർച്ച കൂടി വരുമല്ലോ. അത്തരം കാര്യങ്ങളാണല്ലോ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കേണ്ടതാണ്, ആ മത്സര രംഗത്ത് ആരാണ് വരേണ്ടത്, അവരുടെ ജയസാധ്യതകൾ എന്തൊക്കെയാണ്, ആ ജയസാധ്യതകൾ നോക്കിക്കൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും തിരിച്ചു പോരണം, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അന്തിമമായിട്ട് അന്തിമമായിട്ടൊരു തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെതാണ്. പക്ഷേ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് വെക്കാമല്ലോ. നിങ്ങളുടെ ഇവിടെ സംസ്ഥാന ഘടകത്തിൽ നിന്നൊരു